യെസ്. ഹലോ. ആ ബിസ്ക്കറ്റ് എടുക്കുവോ? എന്നാന്ന്? ബിസ്ക്കറ്റ് എടുക്കുവോ? അയ്യോ പതുക്കെ പറ, ആൾക്കാർ കേട്ട പ്രശ്നമല്ലേ. ഒരു ബിസ്ക്കറ്റ് എത്ര ഗ്രാം വരും? 25 ഗ്രാം വരും. അയ്യോ അപ്പൊ ചെറുതാണല്ല, വലുതില്ലേ? വലുത് റിസ്കാ. അയ്യോ അപ്പൊ അത് റിസ്ക് എടുക്കണ്ട. ഒരു കാര്യം ചെയ്യ്, ആ ചെറുതൊക്കെ കൂടി പെറക്കി കൂട്ടി ഇടുവാ, ഞാനൊന്ന് ഉരച്ചു നോക്കട്ടെ. എന്തിനാണ് ഉറച്ചു നോക്കുന്നത്? ചായ മുക്കി ചവച്ച് നോക്ക്. ഏത് ബിസ്ക്കറ്റിന്റെ? ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ്. അപ്പൊ വലുതാണെങ്കിൽ റിസ്ക് ആണെന്ന് പറഞ്ഞു. വലുതാണെങ്കിൽ റസ്കാന്നാ പറഞ്ഞത്. റിസ്ക് ആണെന്നാണ് പറഞ്ഞത്. ഇത് ന്യൂമാൻ ബേക്കറി അല്ലേ? ഇതൊന്നുമല്ല, ഇത് പൊന്മാൻ ബാങ്ക്. വെച്ചിട്ട് പോടാ. പിന്നെ എന്താ സാറേ രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തരും ഇറങ്ങിയാക്കുക. പിന്നെ ഈ പണയം വെച്ചവരിൽ 6 മാസമായവരുടെ ലിസ്റ്റ് എടുക്ക്. അത് പ്രത്യേകിച്ച് ലിസ്റ്റ് എടുക്കാനൊന്നുമില്ല. ആകെ ഒരേ ഒരു കസ്റ്റമർ ഉള്ളൂ, ഡയാന. ഈ ഡയാന വെച്ചിട്ട് 6 മാസം ആയാ? പിന്നല്ലാതെ ഡയാന ഇവിടെ പണയം വെക്കാൻ വരുന്ന സമയത്ത് അവർക്ക് 3 മാസാ. ഇപ്പൊ ഒരു കണക്ക് പ്രകാരം 6 മാസം ഉറപ്പാ. ഈ മാസം എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ഒരു 3 മാസം കൂടി കഴിയുമ്പോ നമുക്ക് രണ്ടുപേർക്കും വയറ് കാണാൻ പോയാലോ? ഇത് ഞാൻ സാറോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അതെ, നമ്മുടെ ഈ പൊന്മൻ ബാങ്കേഴ്സ് ഇല്ലേ, അതൊരു പ്രൊമോഷനും കൂടിയാവും. അത് വ്യാഴാഴ്ചനും കൂടിയാവും. പേരെടുക്കണ ലിസ്റ്റ് അല്ല പറഞ്ഞത്. പിന്നെ പണയം വെച്ചവരോട് എത്രയും പെട്ടെന്ന് വന്നിട്ട് ഇടിപ്പിക്കാൻ പറ. അതിന് നോട്ടീസ് അയക്ക്. ഒരു സാധനം വെച്ചോണ്ട് പോയിട്ട് പിന്നൊരു വിവരമില്ലല്ലോ. അതൊക്കെ എടുക്കാന്നേ. ബാങ്കൊക്കെ അടിച്ചു പൊളിച്ചപ്പോ എന്റെ പൊന്നോ, ദേഹത്ത് മുഴുവൻ ആഭരണമാണല്ലോ. നാട്ടുകാരുടെ കാശാ. നാട്ടുകാരുടെ കാശല്ല, നാട്ടുകാരുടെ സ്വർണം. രമണിയുടെ കമ്മല്, സുമതിയുടെ മാല, സാവിത്രിയുടെ അരഞ്ഞാണം. കല്ലുവെച്ചരഞ്ഞാണോ? അതങ്ങനെ ചോദിച്ചു. 2 അരഞ്ഞാണുണ്ട്, അതിൽ ഏതാന്നറിയാൻ വേണ്ടിട്ടാ. നിന്റെ ഭാര്യക്ക് എത്ര അരഞ്ഞാണുണ്ടാ? അത് ഏതൊക്കെ ആരെങ്കിലും നോക്കൂ. അത് മോശം, ഇതിനൊരു മോശവും ഇല്ല അല്ലേ? ഹലോ, മനസ്സിലായല്ലോ അല്ലേ? ഇരം കസ്റ്റമറാ. ചുംബൻ ശംഭു ആണ്. ഇവിടെ വന്ന് വെട്ടാരണം പറഞ്ഞതാ. അതൊന്നും എന്നെ കണ്ട ചുമരായിട്ട് തോന്നോ? ഒരു വള്ളിയും പുള്ളിയും മാറിപ്പോയെന്നല്ലേ ഉള്ളു. വള്ളിയും പുള്ളിയും മാറിപ്പോയെന്ന്. പുള്ളിയുടെ പേര് പൊന്നെണ്ണ. അതിന്റെ വള്ളിയും പുള്ളിയും മാറിക്കഴിഞ്ഞാൽ പന്നോ എന്നാവില്ലേ? അപ്പൊ ഞാൻ പന്നോന്ന് ഞാൻ ശംഭൂന്ന് വിളിച്ചാ പോരെ? മതി. ആ വള്ളി പുള്ളി അവിടെ കിടക്കട്ടെ. വന്ന കാര്യം പറഞ്ഞേ. വന്ന കാര്യം വളരെ സിമ്പിളാണ്. ഞാൻ എപ്പോഴും വരുന്നതാണല്ലോ. ഇതൊന്ന് വെച്ചിട്ട് ഉള്ളത് മുഴുവൻ താ. ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഉള്ളത് മുഴുവൻ തരാൻ പറ്റൂല. ഇതിനുള്ളത് എന്തെങ്കിലും ഇവിടുന്ന് തരാം. അല്ല, ഈ മാല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് തിരിച്ചു തരുമ്പോ ഈ മാല തന്നെ കിട്ടും. അല്ലാതെ അതിന്റെ കൂട്ടത്തിൽ രമണിയുടെ കമ്മല് വെച്ച് തരാൻ പറ്റൂല. അതല്ല ചോദിച്ചു, 1 ഗ്രാമിന് എത്ര കാശ് കിട്ടും? നോക്കിയേ, 1 ഗ്രാമിന് ഇപ്പൊ 4000 രൂപ. 4000 രൂപ ഉണ്ട്. എനിക്ക് 50,000 രൂപയുടെ ആവശ്യമുണ്ടേ. അയ്യോ, ഉറക്കുവാണോ? 5ാമത്തെ പ്രാവശ്യം ഇവിടെ ഈ മാല പണയം വെക്കുന്നത്. ഒരച്ചൊരച്ചൊരച്ചൊരച്ച് അത് പകുതിയായി. മാറ്റു നോക്കണ്ടേ? മാറ്റി നോക്കുവല്ലോ, ഒരച്ച് മാറ്റുവല്ലേ. മതിയോ? നമുക്കുള്ളതാക്കി നിർത്തിക്കും. 50,000 ബിസിനസ്സുകാരാണ് വെയിറ്റ് ചെയ്യാ. 50,000 രൂപ. പിന്നെ പലിശ അറിയാലോ? അറിയാം. ആദ്യത്തെ ആഴ്ച 1 രൂപ കൂടും, പിന്നെ അത് ഡബിൾ ആവും, പിന്നെ അത് ട്രിപ്പിൾ ആവും, പിന്നെ നിനക്ക് അത് ട്രിപ്പിൾ ആവും. പിന്നെ നമ്മൾ ഒരു സ്ട്രഗിൾ ഇല്ലാതിരിക്കാനാണ് ഈ കാര്യം നേരത്തെ പറയണത്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. വരണം, പെട്ടെന്ന് ഒന്ന് അടുപ്പിക്കണ്ടേ? എന്ന് വരണം. ഓക്കെ. ഇതാരെ ഇത്? എന്റെ പൊന്നടാവേ, എനിക്കൊരു പിടുത്തൂല്ല. ഇവ കാലത്ത് കയറി വരും, എന്നിട്ട് സ്വർണം വെക്കും, പണം കൊണ്ടുപോകും, പിന്നെ വരും, പണം വെക്കും, സ്വർണം കൊണ്ടുപോകും. എന്തോ ഒരു ബിസിനസ്സാ. ആണല്ലേ? അതെ 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 അതെ. തടപെടാന്ന് പറഞ്ഞു വന്നു. അതെ അതെ അതെ. ഹലോ, പറഞ്ഞില്ല, ഇപ്പൊ തന്നെ വരും. എടുപ്പിച്ചേക്കാം. മോളെ അത് എടുത്തു കൊടുത്തേ. വേണ്ട, ഞാൻ എടുത്തോളാം. ഫോൺ വെച്ച് മറന്നുപോയി, അത് എടുക്കാൻ വന്നതാ. ഓക്കെ, പെട്ടെന്ന് വരാം കേട്ടോ. ഫോൺ എടുക്കാൻ വന്നതാ. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, എന്ത് വെച്ചാലും എടുക്കാനായിട്ടവൻ വരും. ചേട്ടാ, എന്റെ കുഞ്ഞിട്ടൊരു അരഞ്ഞാളം ഞാനിവിടെ വെച്ചായിരുന്നു. അതല്ലേ, അതിന്റെ കണക്കൊന്ന് നോക്കണം. നീതു, ചന്ദ്രന്റെ മൊത്തത്തിലൊന്ന് നോക്കിക്കേ. ചേട്ടാ, മുഖം സൈഡിലോട്ട്. കുഴപ്പമില്ല, മൊത്തത്തില് നോക്കി ഒഴിഞ്ഞു വെച്ചേക്കുവാ. എപ്പോ വേണമെങ്കിലും എടുത്തോണ്ട് പോകും. ഞാൻ അതാണ് പറഞ്ഞത്. അവന്റെ കണക്ക് മൊത്തത്തിൽ നോക്കാൻ. എവിടെ വന്നടാ, ചാടി കയറി നോക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പണയം വെക്കാൻ വന്നപ്പോ ഞാൻ ഒരു കാർഡ് തന്നായിരുന്ന. കാർഡ് കയറി പോവാൻ ഞാൻ നിനക്ക് മലയണ്ണാനാണോ വന്നത്? ഈ ചെറിയ പേപ്പർ അല്ലേ? ആ കാർഡ് കീറിപ്പോയെന്നാ പറഞ്ഞത്. കീറിപ്പോയാ? അതിന്റെ ഫൈൻ വേറെ ഉണ്ട് സാറേ. വെച്ചത് 8000-ന്, പലിശ 850. കൂട്ടി പറ. എന്നാ പിന്നെ 10,000. എന്നാ പിന്നെ 10,000. 10,000 രൂപ? 8,000 രൂപയ്ക്കല്ലേ വെച്ചേക്കുന്നത്? 850 രൂപ പലിശ. അപ്പൊ 8,850 രൂപയല്ലേ വരുള്ളൂ.
അത്രയല്ലേ വരുള്ളൂ. സാറല്ലേ കൂട്ടി പറയാൻ പറഞ്ഞത്? അയ്യോ അത് കേട്ടി പറയാനല്ല, അവന്റെ പലിശ മുതലും കൂടി കൂട്ടി പറയാനാ. ആഹാ, അങ്ങനെയാണെങ്കിൽ 8850. 850 രൂപ പലിശ. എന്റെ ദൈവം 850 രൂപ പലിശ അതെങ്ങനെ വന്നു? എടാ അത് കൂട്ടുപലിശയും കൂടി ചേർത്തിട്ടാണ്. അതെന്നെ ഈ കൂട്ടുപലിശ? അതറിഞ്ഞൂടെ? എടാ പലിശക്ക് എപ്പോഴും ഒരു കൂട്ട് വേണം, ഇല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ടു പോകും. അതാണ് കൂട്ടുപലിശ. 850 രൂപ. എന്റെ ദൈവം, അപ്പൊ അതും എന്റെ നെഞ്ചത്തായല്ല. അടാ ഇത് നാട്ടുകാരെ, എനിക്കൊന്നുമില്ല ജീവിക്കണ്ടേ. ഹലോ, ബിസിനസ്സിൽ പെട്ടെന്ന് അങ്ങ് സക്സസ് ആയി. സാറെ കണക്ക് നോക്കാനൊന്നുമില്ല. 51,000. 51,000. ഓക്കെ, ഇത് 50,000 പിടിക്കും. കുട്ടിക്ക് ഒരു 500 ടിപ്പ്. എനിക്കൊന്നും കിട്ടിയില്ല. എന്തേ? എനിക്കൊന്നും കിട്ടിയില്ല. ടോപ്പായിട്ട് എന്നിട്ട് ടിപ്പ് ചോദിക്കുക. എനിക്കിട്ട 500 ടിപ്പ്. അപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. അത്രയും സമയമല്ലേ ഉള്ളൂ. 2 പ്രാവശ്യം കൂടി വരേണ്ടി വരും. പോകട്ടെ. ശരി ശരി ശരി. ഇങ്ങനെയുള്ള ആൾക്കാർ വരണം ഇവിടെ. പുള്ളിക്ക് ഇത് എന്ത് ബിസിനസ്, എന്തിന്റെ പരിപാടിയാ പുള്ളിക്ക്? എന്ത് ബിസിനസ് ആണോ എന്തോ. എന്തെങ്കിലും ആട്ടെ. പിന്നെ ചേട്ടാ, കുഞ്ഞിന്റെ ഞാനോട് വെച്ചിട്ടുണ്ട്, അതൊന്ന് കയറ്റി വെക്കണം. ഇപ്പൊ അത് അരയില കിടക്കണത്. ഇനി നെഞ്ചത്ത് കയറ്റി വെക്കണോ? അതല്ലെന്ന്, അതൊന്ന് പുതുക്കി വെച്ചിട്ട് എനിക്ക് പൈസ വേണം. എടാ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ കൂടുതൽ പൈസയാണ് നിനക്ക് തന്നാക്കണത്. ഇനി ഇത് കയറ്റി വെക്കാൻ ഞാൻ സമ്മതിക്കൂല. പക്ഷെ എന്റെ പൊന്ന്, നീ ഇത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് പെട്ടെന്ന് ഇച്ചിരി കാശിന് അത്യാവശ്യം. അല്ല ചേട്ടൻ ഇപ്പൊ എന്താ അത്യാവശ്യം? എന്ന് വെച്ചാ അമ്മച്ചിക്ക് സുഖമില്ലെന്ന്. ഓ അമ്മച്ചിക്ക് എന്ത് പറ്റി? ശിഖരം വന്ന്. ശിഖരം വന്ന കൊമ്പും ചില്ലൊക്കെ വളച്ച ഏതെങ്കിലും ചെടിച്ചട്ടി കൊണ്ടുവന്ന് വെക്ക്. അതല്ല, നീ കണ്ണിലുണ്ടാകുന്ന ഒരു സംഭവം ഇല്ലേ ചേട്ടാ തിമിരം. അത് വന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴേ ഈ സെന്ററിൽ ഇരിക്കുന്ന സംഭവം കോർണറിലേക്ക് മാറ്റണമെന്ന്. എടാ അങ്ങനെ ചെയ്താൽ കോങ്കണ്ണായി പോവൂല. എങ്ങനെ? അതല്ല ചേട്ടാ, ഈ ലെൻസ് കോർണറിലേക്ക് മാറ്റണമെന്ന്. സാറേ കോർണിയ അതിനാണ്. ഓ വരാതെ. ഒരുപാട് പൈസ ചെലവുണ്ട്, എനിക്ക് ഇച്ചിരി കാശ് കണ്ടു. എന്റെ ചന്ദ്രേട്ടാ, നിങ്ങൾ ഗൾഫിലല്ലായിരുന്ന? അവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയില്ല എന്നാ, ചെന്നപ്പോ തന്നെ സ്പോൺസറുമായിട്ടൊരു വഴക്കുണ്ടാക്കി, പിന്നെ അറബിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി. ഇവർ രണ്ടുപേരും ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവര് തിരിച്ചൊന്നും ഉണ്ടാക്കി. ഒന്നും ഉണ്ടാക്കിയില്ല, തിരിച്ചെന്നെ നാട്ടിൽ കൊണ്ടാക്കി. നാട്ടിൽ വന്നിട്ട് കുറച്ചായില്ലേ? ആ, നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയ? നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ വൈഫ് പ്രഗ്നന്റ് ആയത്. ഇതിന്റെ കാര്യമല്ല ചോദിച്ചത്. നീ പണിയെടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയോ? എന്റെ പൊന്നൻ ചേട്ടാ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പണിയെടുത്തിട്ട് എന്നാ ഉണ്ടാക്കാനായിട്ട്? നമ്മൾ ബിസിനസ് ചെയ്യണം. ഈ അംബാനി മണിക്ക് പോണ ചേട്ടൻ കണ്ടിട്ടുണ്ടാ? അദാനി മണിക്ക് പോണ ചേട്ടൻ കണ്ടിട്ടുണ്ടാ? അദാനി ഇതിനെ ഒരു ദിവസം പോണ കണ്ടായിരുന്നു. പണിക്ക് പോയതാണെന്ന് എനിക്കറിയില്ല ചേട്ടാ. അതൊക്കെ ഓരോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അതാ പറഞ്ഞു, നമ്മൾ ബിസിനസ് ചെയ്താലും നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഓനൊരു ബിസിനസ് അങ്ങോട്ട് കൊടുക്കും. കാശ് വേണ്ടേ? കാശില്ല. എടാ അതാണ് പറഞ്ഞത്, പണിക്ക് പോണോന്ന്. ഉയർന്ന ചിന്താഗതി, ഉയരം കുറഞ്ഞ ജീവിതം. എന്തായാലും കുഞ്ഞിന്റെ അരഞ്ഞാനം ഇവിടെ ഇരിക്കുവല്ലോ, അതിന്റെ പലിശ ഞാനിപ്പോ തരാം. പക്ഷെ അതെനിക്കൊന്ന് കാണണം. അതിനെന്താ? അവനിപ്പോ 9ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത്. കൊണ്ട് വെച്ചതാ. നോക്കട്ടേട്ടാ. സാവിത്രിയുടെ, സുമതിയുടെ, രമണിയുടെ. ഇതാരുടെ അരഞ്ഞാണ? ഇതറിഞ്ഞാണുമല്ല, ഇത് ഹെർണിയുടെ ഓപ്പറേഷൻ ചെയ്തതിന്റെ പാടാ. അയ്യോ, ഞാൻ പണ്ട് വെച്ച മോതിരം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആ മോതിരല്ല, അതെന്റെ പൊക്കളാ. അരഞ്ഞാണ് അതെന്തേ? അതെന്തേ? അതെന്നോടാണ് ചോദിക്കണത്. അതെവിടെയാ ചോദിക്കുന്നത്? കൊണ്ട് വെച്ചതല്ല, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നോക്കിയാ കിട്ടും. എനിക്കിപ്പൊ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ട്രിപ്പ് ഇത് വൈറലാക്കും. ഇത് എങ്ങനെയാ നോക്കട്ടെ. എന്റെ അരഞ്ഞാണെന്താ? ഞാനേ വേറെ എവിടെ വെച്ച് ആലോചിച്ച് നോക്ക്. ഇത് ഞാൻ എത്താഞ്ഞിട്ട് ഇച്ചിരിയുള്ളത്. ഈ തോർത്തിന്റെ നൂല് അയച്ചെടുത്ത പോലത്തെ സാധനം കറക്റ്റ് കരണ്ടിട്ട് കൂട്ടി കെട്ടി വെച്ചിരുന്നു ഞാനത്. അങ്ങനെ പറ, സാധനം ഇവിടെ ഉണ്ട്. കിട്ടും. കിട്ടി കിട്ടി കിട്ടി. എവിടെ കിട്ടിയത്? എനിക്ക് താഴെ കിടന്ന് കിട്ടി. ഞാൻ എടുത്ത് അഴിഞ്ഞ് കിടക്കുന്ന ചൂടെടുത്ത് കെട്ടി. ചൂലെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിന്റെ 28 കെട്ടി കെട്ടിയ അരഞ്ഞാണ നിങ്ങൾ ചൂലിന്റെ അരയെ കിട്ടിയാ? നിന്റെ കൊച്ചിന്റെ അരയിലെ കിടക്കാനുള്ള ഭാഗ്യം ഇതിനില്ല. ചൂലിന്റെ അരയിലെങ്കിലും കിടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എന്തിന്റെങ്കിലും അരയിലായിട്ട് ഉണ്ടാവും. അതാ. ഹലോ, പെട്ടെന്ന് ബിസിനസ് ലോസ് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. 1 ലക്ഷം രൂപ? ഇതങ്ങ് വെച്ചിട്ട് 1 ലക്ഷം രൂപ. ഇതിന് 1 ലക്ഷം രൂപ ഒന്നും കിട്ടൂല. അല്ല, അങ്ങനെ പറയുന്നത് എനിക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഞാനിത് വെച്ച മുതലിന് എനിക്ക് പൈസ തരാൻ പറ്റുള്ളൂ. പ്രതീക്ഷിക്കാതെ ബിസിനസ്സിൽ ചില അടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ്. ചേട്ടൻ എന്തിന്റെ ബിസിനസ്? സത്യം അയ്യോ, എനിക്ക് കാർഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. ATM കാർഡിന്റെ. ATM കാർഡൊക്കെ എന്ത്? ATM കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇട്ടാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് മറ്റുള്ളവരുടെ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് കിട്ടും. അതെന്നെ പരിപാടി എന്തോ? അതായത് നമ്മൾ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം നമ്മൾ ഈ കാർഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കാർഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സക്സസ് ആവും, ഒരാൾക്ക് ഭയങ്കര ലാഭം കിട്ടും, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ലോസ് വരും. മാത്രമല്ല പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഈ ബിസിനസ്സിൽ പങ്കാളിയാവാം. അതെങ്ങനെ? പുറത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അകത്ത് 100 പുറത്ത് 100, പുറത്ത് 500 അകത്ത് 500, അങ്ങനെ കളിക്കാം.
മനസ്സിലായ പന്നിവലത്ത് കേരളത്തിൽ എങ്ങനെയും പറയാം, ഞങ്ങൾ ഗാംബ്ലിംഗ് എന്ന് പറയും. അതെ, ഞാൻ ഇച്ചിരി പ്രശ്നത്തിലാണ്. അപ്പൊ 1 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. ഇല്ലാന്ന് പറഞ്ഞില്ലേ? അതായത് ഞാൻ അവിടെ ഒരു സാധനം പണയം വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സാധനം? എന്റെ അനിയൻ അവിടെ പണയം വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് ഇവിടെ പണയം വെച്ചിട്ട് ഈ കാശ് എടുത്തോണ്ട് പോയിട്ട് വേണം എന്റെ അനിയനെ അവിടെ നിന്ന് എടുപ്പിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. ഈ ഒരു കാര്യം ചെയ്യ്, വീടിന്റെ ആധാരം എടുത്തിട്ടു അതുകൂടെ പണയം വെക്ക്. ആധാരം ഇല്ലല്ലോ, ചീട്ടുകളിയല്ലേ, മൊത്തം കളിച്ച് അങ്ങ് പോയി. ഇപ്പൊ അനിയന്റെ വീട്ടിലാ താമസം. അവനില്ലാതെ എനിക്ക് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എന്റെ ജീവിതം പന്നിവലത്ത് പോലെ തന്നെ, അകത്തും അല്ല പുറത്തും അല്ല, കടക്ക് പുറത്ത്. പന്നി വളർത്തണവന് ഇനി ഇവിടെ പൈസ ഇല്ല, കാശ് തരൂല. ഇല്ല. അയ്യോ അനിയാ, ഇതിനാരാണ്ട് കീ കൊടുത്ത് വിട്ടതാണ് കേട്ടാ. ഈ കൊടുത്ത് വിട്ടതല്ല, കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഈ ചീട്ട് കുത്തിയിടലല്ലേ. വൈകുന്നേരം മുമ്പ് പിടിച്ചാ കിട്ടൂല, ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. എങ്ങനെ ഭക്ഷണം കഴിക്കും? രാത്രി ഭക്ഷണം ഇല്ല, ചോറെടുത്ത് വെച്ചാ തട്ടിത്തെറിപ്പിച്ച് കളയും. അനിയാ, ഓ, ഭയങ്കര ബിസിനസ്സുകാരനാ. ഇതോടുകൂടി ഞാൻ ബിസിനസ് അങ്ങ് വെറുത്ത്. അതെ. പൊന്നൻ ചേട്ടോ, എനിക്ക് പറ്റിയ വല്ല പണിയുണ്ടാവുക? പണിക്ക് പോകുന്നതാ സേഫ്. ഇപ്പൊ നീ ചിന്തിച്ചില്ലേ, അതാണ് കറക്റ്റ് ചിന്താഗതി. അതിനെയാണ് പറയണത് ഉയർന്ന ജീവിതവും ഉയർന്ന ജീവിതവും.